ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2026 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം ആമുഖത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളുടെ വീഡിയോയാണ്. നമ്മുടെ പഠന സഹായി തയ്യാറായിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് കോപ്പികളാണ് അവശേഷിക്കുന്നത്. പഠന സഹായി ആവശ്യമുള്ളവർ എത്രയും വേഗം ഓർഡർ ചെയ്യേണ്ടതാണ്. ഒന്നാമത്തെ ചോദ്യം, ഗലാത്യക്കാർക്കുള്ള ലേഖനം എഴുതിയത് ആര്? വിശുദ്ധ പൗലോസ്. 2, ആധുനിക തുർക്കിയുടെ ഒരു ഭാഗമായ ഏഷ്യ മൈനറിലെ ഒരു സ്ഥലമേത്? ഗലാത്തിയ. 3, ഗലാത്തിയ ഏതു സാമ്രാജ്യത്തിന്റെ പ്രവിശ്യയായിരുന്നു? റോമൻ സാമ്രാജ്യത്തിന്റെ. 4, ഗലാത്തിയായിൽ ഉൾപ്പെട്ടിരുന്ന പ്രദേശങ്ങൾ എന്തിനനുസരിച്ച് വ്യത്യസ്തങ്ങളായിരുന്നു? രാഷ്ട്രീയ വ്യതിയാനങ്ങൾക്കനുസരിച്ച്. 5, പൗലോസിന്റെ ലേഖനത്തിൽ പരാമർശിക്കപ്പെടുന്ന ഗലാത്തിയ ഏതെന്ന് സൂക്ഷ്മമായി പറയുക പ്രയാസമാണ്. എന്തുകൊണ്ട്? ഇതിൽ ഉൾപ്പെട്ടിരുന്ന പ്രദേശങ്ങൾ രാഷ്ട്രീയ വ്യതിയാനങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തങ്ങളായിരുന്നത് കൊണ്ട്. 6, ഗലാത്തിയായിൽ ഉൾപ്പെട്ടിരുന്ന പ്രദേശങ്ങൾ രാഷ്ട്രീയ വ്യതിയാനങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തങ്ങളായിരുന്നത് കൊണ്ട് പ്രയാസമാകുന്നത് എന്ത്? പൗലോസിന്റെ ലേഖനത്തിൽ പരാമർശിക്കപ്പെടുന്ന ഗലാത്തിയ ഏതെന്ന് സൂക്ഷ്മമായി പറയുക. പൗലോസ് തന്റെ എത്രാമത്തെ പ്രേക്ഷിത യാത്രയിലാണ് ഗലാത്തിയയിൽ സഭ സ്ഥാപിച്ചത്? 2ാം പ്രേക്ഷിത യാത്രയിൽ. പ്രിയമുള്ളവരെ, ഇതിനു സമാന്തരമായി തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റുകളും നടത്തി വരുന്നുണ്ട്. ആകെ 140 മോക്ക് ടെസ്റ്റുകളാണ് നടത്തുന്നത്. അതിൽ 32 എണ്ണം നടത്തി കഴിഞ്ഞു. തുടർന്നുള്ള മോക്ക് ടെസ്റ്റുകളിൽ പങ്കെടുക്കുന്നതിനും കഴിഞ്ഞുപോയ മോക്ക് ടെസ്റ്റുകളുടെ ലിങ്കുകൾ ലഭിക്കുന്നതിനും ഇനിയും രജിസ്റ്റർ ചെയ്യാൻ അവസരമുണ്ടായിരിക്കും. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8ാമത്തെ ചോദ്യം, പൗലോസ് തന്റെ 2ാം പ്രേക്ഷിത യാത്രയിൽ ഗലാത്തിയായിൽ സ്ഥാപിച്ച സഭയെ എത്രാമത്തെ പ്രേക്ഷിത യാത്രയിലും സന്ദർശിച്ചു? 3ാമത്തെ പ്രേക്ഷിത യാത്രയിൽ. 9, പൗലോസ് തന്റെ എത്രാമത്തെ പ്രേക്ഷിത യാത്രയ്ക്കു ശേഷമാണ് ഗലാത്യയിലെ സഭകൾക്ക് ലേഖനം എഴുതിയത്? 3ാമത്തെ. 10, പൗലോസ് ഗലാത്യയിലെ സഭകൾക്ക് ലേഖനം എഴുതിയ കാലഘട്ടം AD 53-നും 58-നും ഇടയ്ക്ക്. 11, പൗലോസ് AD 53-നും 58-നും ഇടയ്ക്ക് എവിടെ വച്ച് ഗലാത്യയിലെ സഭകൾക്ക് ലേഖനം എഴുതിയതെന്നാണ് കരുതപ്പെടുന്നത്? എഫേസോസിലോ മക്കദോനിയയിലോ വച്ച്. 12, ഗലാത്യയിലെ സഭ ആരു മാത്രം അടങ്ങിയതായിരുന്നു? യഹൂദേതര ക്രിസ്ത്യാനികൾ മാത്രം, അതായത് യഹൂദരല്ലാത്ത ക്രിസ്ത്യാനികൾ മാത്രം. 13, യഹൂദ ക്രിസ്ത്യാനികൾ ഗലാത്യ സന്ദർശിച്ച് അബദ്ധ പ്രബോധനങ്ങൾ വഴി സഭയിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനിടയാക്കിയത് എപ്പോൾ? പൗലോസ് ഗലാത്യ വിട്ട ശേഷം. 14, പൗലോസ് ഗലാത്യ വിട്ട ശേഷം എന്താണ് സംഭവിച്ചത്? യഹൂദ ക്രിസ്ത്യാനികൾ അവിടം സന്ദർശിച്ച് അബദ്ധ സിദ്ധാന്തങ്ങൾ വഴി സഭയിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനിടയായി. 15, വിജാതീയനായ ഒരാൾ ക്രിസ്ത്യാനിയാകണമെങ്കിൽ എന്തെല്ലാം ചെയ്യണമെന്നാണ് യഹൂദ ക്രിസ്ത്യാനികൾ അവരെ നിർബന്ധിച്ചത്? മോശയുടെ നിയമങ്ങൾ അനുസരിക്കണമെന്നും യഹൂദാചാരങ്ങളൊക്കെയും പാലിക്കണമെന്നും പരിച്ഛേദനത്തിന് വിധേയനാകണമെന്നും ചുരുക്കത്തിൽ ഒരു യഹൂദനാകണമെന്നും. 16, യഹൂദ ക്രിസ്ത്യാനികളുടെ സ്വാധീനത്താലും സമ്മർദ്ദത്താലും പരിച്ഛേദനം സ്വീകരിച്ച ഗലാത്യക്കാർ മറ്റുള്ളവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്തിന്? പരിച്ഛേദനം സ്വീകരിക്കാൻ. 17, പൗലോസിന്റെ അധികാരത്തെ തന്നെയും ചോദ്യം ചെയ്യാൻ തുടങ്ങിയതാര്? യഹൂദാചാരവാദികൾ. 18, യഹൂദാചാരവാദികൾ എന്താണ് ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്? പൗലോസിന്റെ അധികാരത്തെ. 19, പൗലോസ് എന്തിന് പ്രാധാന്യം നൽകിയില്ല എന്നാണ് യഹൂദാചാരവാദികൾ വാദിച്ചത്? മോശയുടെ നിയമത്തിന്റെ അനുഷ്ഠാനത്തിന്. 20, മോശയുടെ നിയമത്തിന്റെ അനുഷ്ഠാനത്തിന് പ്രാധാന്യം നൽകാതെ പൗലോസ് എന്തു ചെയ്തു എന്നാണ് യഹൂദാചാരവാദികൾ വാദിച്ചത്? വിജാതീയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സുവിശേഷത്തെ ലാഘവപ്പെടുത്തിയെന്ന്. 21, മോശയുടെ നിയമത്തിന്റെ അനുഷ്ഠാനത്തിന് പ്രാധാന്യം നൽകാതെ വിജാതീയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സുവിശേഷത്തെ ലാഘവപ്പെടുത്തിയതിനാൽ
പൗലോസിന് എന്തില്ലെന്ന് യഹൂദാചാരവാദികൾ വാദിച്ചു? അപ്പോസ്തല അധികാരം. 22 മുഖ്യമായും ആർക്കെതിരായാണ് പൗലോസ് ഗലാത്യക്കാർക്കുള്ള ലേഖനം രചിച്ചത്? യഹൂദാചാരവാദികൾക്ക്. 23 ഗലാത്യക്കാർക്കുള്ള ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് പൗലോസ് എന്താണ് നിരത്തുന്നത്? തന്റെ അപ്പോസ്തല അധികാരത്തിനുള്ള തെളിവുകൾ. 24 തന്റെ അപ്പോസ്തല അധികാരത്തിനുള്ള തെളിവുകൾ നിരത്തിയതിനു ശേഷം പൗലോസ് ഊന്നിപ്പറയുന്നത് എന്ത്? യഹൂദാചാരവാദികളിൽ നിന്നും മോശയുടെ നിയമത്തിൽ നിന്നും വിജാതിയർ സ്വതന്ത്രരായിരിക്കുക എന്നതിന്റെ ആവശ്യകത. 25 എന്തുമൂലമാണ് മനുഷ്യൻ ദൈവ തിരുമുമ്പിൽ നീതിമാനായി പരിഗണിക്കപ്പെടുക എന്നാണ് പൗലോസ് ഈ ലേഖനത്തിലൂടെ പറയുന്നത്? വിശ്വാസം മൂലം. 26 എന്തുമൂലമല്ല മനുഷ്യൻ ദൈവ തിരുമുമ്പിൽ നീതിമാനായി പരിഗണിക്കപ്പെടുക എന്നാണ് പൗലോസ് ഈ ലേഖനത്തിലൂടെ പറയുന്നത്? നിയമാനുഷ്ഠാനം വഴിയല്ല. 27 വിശ്വാസം മൂലമാണ് മനുഷ്യൻ ദൈവത്തിനു മുമ്പിൽ നീതിമാനായി പരിഗണിക്കപ്പെടുക എന്നതിന് പൗലോസ് ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ എന്തെല്ലാം? ജീവിതാനുഭവങ്ങളും അബ്രാഹത്തിന്റെ മാതൃകയും. 28 എന്തിന്റെ ആധിപത്യകാലം അവസാനിച്ചു എന്നാണ് പൗലോസ് ഈ ലേഖനത്തിലൂടെ പറയുന്നത്? നിയമത്തിന്റെ. 29 നിയമത്തിന്റെ എന്ത് അവസാനിച്ചു? ആധിപത്യകാലം. 30 നിയമത്തിന്റെ ആധിപത്യകാലം അവസാനിക്കുകയും എന്ത് ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്? ദൈവത്തിൽ നിന്നുള്ള പുത്രത്വ സ്വീകാര്യത്തിന്റെ അനന്തരഫലമായ സ്വാതന്ത്ര്യത്തിന്റെ കാലം. 31 ആരോട് വിധേയരായി ജീവിക്കാനാണ് പൗലോസ് ഓർമ്മിപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവിനോട്. 32 എന്ത് കാത്തു സൂക്ഷിക്കാനാണ് പൗലോസ് ഓർമ്മിപ്പിക്കുന്നത്? ദൈവത്തിന്റെ കൃപാവരങ്ങൾ. 33 ഗലാത്യക്കാരെ എന്ത് അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് പൗലോസ് തന്റെ ലേഖനം ഉപസംഹരിക്കുന്നത്? പരിശുദ്ധാത്മാവിനോട് വിധേയരായി ജീവിക്കാനും ദൈവത്തിന്റെ കൃപാവരങ്ങൾ കാത്തു സൂക്ഷിക്കാനും. ഇങ്ങനെ 33 ചോദ്യങ്ങളാണ് ഗലാത്യ ആമുഖത്തിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ പഠനസഹായിയിൽ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ചോദ്യോത്തരങ്ങൾ അതുപോലെ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. 4500ഓളം ചോദ്യങ്ങളുണ്ട്. നമുക്ക് പഠിക്കാനുള്ള 35 അധ്യായങ്ങളിൽ നിന്ന് 1091 വാക്യങ്ങളിൽ നിന്നാണ് 4500ഓളം ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. 250 രൂപയാണ് പുസ്തകത്തിന്റെ വില. കേരളത്തിൽ എവിടെയും 50 രൂപ പോസ്റ്റൽ ചാർജ്, അതായത് 300 രൂപ അടച്ചാൽ നിങ്ങൾക്ക് പുസ്തകം വീടുകളിൽ എത്തിക്കുന്നതായിരിക്കും. പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത്. 5 പുസ്തകം ഒന്നിച്ചു വാങ്ങുന്നവർക്ക് പോസ്റ്റൽ ചാർജ് ഉണ്ടായിരിക്കില്ല. 10 പുസ്തകം ഒന്നിച്ചു വാങ്ങുന്നവർക്ക് ഒരു പുസ്തകത്തിന് 225 രൂപ നൽകിയാൽ മതിയാകും. മോക്ക് ടെസ്റ്റിന്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം മനസ്സിലായി എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് പരീക്ഷ എഴുതി നോക്കുമ്പോഴാണ്. അതിന് നമ്മെ സഹായിക്കുന്നത് മോക്ക് ടെസ്റ്റുകളാണ്. ഇനിയും അതിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. അതുപോലെ പലരും പറയുന്നുണ്ട് ഇതിലെ മുഴുവൻ ചോദ്യോത്തരങ്ങളും ഓപ്ഷൻസ് ആക്കി വീഡിയോ ചെയ്യണം എന്ന്. ആദ്യഘട്ടങ്ങളിൽ അത് ചെയ്യാത്തതിന്റെ കാരണം ചോദ്യവും 3-4 ഓപ്ഷനും കേട്ട് അതിന്റെ ഉത്തരവും പഠിച്ചു പോകുമ്പോൾ നമുക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ശരിക്കും പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത്. കാരണം ഒരു ചോദ്യം കേൾക്കുമ്പോൾ നമ്മൾ വായിച്ച ഓപ്ഷനുകളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരും. ശരിയുത്തരം ഏതാണ് എന്ന് നമുക്ക് സംശയം തോന്നും. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ബൈബിൾ വായിക്കുന്നു, അതിനുശേഷം ചോദ്യോത്തരങ്ങൾ പഠിക്കുന്നു, അതിനുശേഷം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നു. മോക്ക് ടെസ്റ്റുകൾ എഴുതുമ്പോൾ അതിൽ ഓപ്ഷൻസോട് കൂടിയാണ് മോക്ക് ടെസ്റ്റുകൾ വരുന്നത്. അതിൽ നിന്ന് നമുക്ക് ശരിയുത്തരം എഴുതാൻ കഴിയും. അതുകൊണ്ട് ആദ്യം തന്നെ ഓപ്ഷനോട് കൂടിയത് പഠിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ പഠിച്ചാൽ ഒരു ചോദ്യത്തിന് 4 ഓപ്ഷൻ കാണുമ്പോൾ ഇതിലേതാണ് ശരിയുത്തരം എന്ന് ആദ്യം തന്നെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ട് ആദ്യം ചോദ്യവും അതിന്റെ ഉത്തരവും നന്നായി പഠിച്ചതിനു ശേഷമേ ഓപ്ഷനോടുകൂടി പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്യാവൂ. ഇല്ലെങ്കിൽ അത് ശരിക്കും നമ്മൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമുക്ക് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ഇടയാകും. പരീക്ഷ അടുത്തു വരുന്ന സമയങ്ങളിൽ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 3000-നടുത്ത് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി 25-30 മോക്ക് ടെസ്റ്റുകൾ, 100 മാർക്കിന്റെ മോക്ക് ടെസ്റ്റുകൾ വീഡിയോ ആയി തന്നെ ചെയ്യാം എന്ന് ചിന്തിക്കുകയാണ്.
രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് അത് ഗൂഗിൾ ഫോമിൽ മോക്ക് ടെസ്റ്റ് ആയിട്ട് തന്നെ എഴുതാൻ കഴിയും. അങ്ങനെ കുറെ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആദ്യം ചോദ്യോത്തരങ്ങൾ നന്നായി പഠിക്കുക, അതിനുശേഷം മോക്ക് ടെസ്റ്റുകൾ എഴുതുന്നതാണ് നല്ലത്. ഗലാത്തിയ കുറച്ച് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന, വളരെ പെട്ടെന്ന് ഒറ്റ വായനയിലൊന്നും മനസ്സിലാകാത്ത ഒരു പുസ്തകമാണ്. പരമാവധി ലളിതമായി അത് അവതരിപ്പിക്കുകയാണ്. നാളെ മുതൽ ഗലാത്തിയായുടെ പുസ്തകത്തിൽ നിന്നുള്ള ഓരോ അധ്യായം വീതം വീഡിയോ ചെയ്യുകയാണ്. 6 അധ്യായമാണ് പഠിക്കാനുള്ളത്. ഒരു ദിവസം ഒരു വീഡിയോ എന്ന ക്രമത്തിൽ 6 ദിവസം കൊണ്ട് ഗലാത്തിയ പൂർണ്ണമായും വീഡിയോ ചെയ്തു കഴിയും. എല്ലാവരും നന്നായി പഠിക്കുക. 100-ൽ 100 മാർക്ക് എന്നതാണ് നമ്മുടെ ലക്ഷ്യം. പരീക്ഷ എഴുതുന്ന മുഴുവൻ ആളുകൾക്കും 80 മാർക്കിൽ കൂടുതൽ ലഭിക്കണം. സാമീഡിയ കണ്ടു പഠിക്കുന്ന, നമ്മുടെ പഠന സഹായി വാങ്ങുന്ന, നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും 90 മാർക്കിൽ കൂടുതൽ കിട്ടും എന്ന് ഉറപ്പ് പറയുകയാണ്. എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.